സംസ്ഥാനത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ബജറ്റിൽ പോലും നിർദ്ദേശമില്ലാത്തതിന്റെ നിരാശയിലാണ് പൊതുവിപണി. അരിവില ഉയർന്നേക്കുമെന്ന ഭക്ഷ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് സാധാരണക്കാരുടെ വയറ്റത്തടിക്കുകയാണ്. വെളുത്തുള്ളിയുടെ വില 5 ഇരട്ടി വർദ്ധിപ്പിച്ചതോടെ 500 രൂപയോളമാണ് വിപണിയിലെ ഇപ്പോഴത്തെ വില. അരിവില വർദ്ധിക്കുമെന്ന മന്ത്രിയുടെ മുന്നറിയിപ്പിലും ബജറ്റിൽ വേണ്ടവിധം സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കാത്ത സാഹചര്യത്തിലും ആശങ്കയിലാണ് ജനം. കാണാം സാധാരണക്കാരായ ആളുകളുടെ അഭിപ്രായങ്ങളിലേക്ക്. അരി, പച്ചക്കറി, പലവ്യഞ്ജനം തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയതോടെ മാസങ്ങൾ പിന്നിട്ടിട്ടും വിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്താൻ സർക്കാരിനാകുന്നില്ല. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ബജറ്റിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നിർദ്ദേശമില്ലാത്തതും തിരിച്ചടിയായി. ഇതിന് പിന്നാലെയാണ് അരിവില ഉയർന്നേൽക്കാമെന്ന മന്ത്രിയുടെ മുന്നറിയിപ്പ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വില കൂടിപ്പോയാൽ. അതുപോലെ ചെറുകിട കച്ചവടക്കാർക്കും നമുക്ക് സാധനങ്ങൾ വാങ്ങി മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. 50-55 ആയില്ലേ, പാവപ്പെട്ടവരെങ്ങനെ വാങ്ങിച്ച് കഴിയും? ഏതാനും ആഴ്ചകളായി ദിനംപ്രതി കുതിച്ചുയരുന്ന വെളുത്തുള്ളിയുടെ ഇന്നത്തെ വില 500 രൂപയ്ക്ക് അടുത്താണ്. ഒരു മാസം മുമ്പ് വെളുത്തുള്ളിയുടെ വില 300-350 രൂപ വരെയായിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ 100-ലധികം രൂപയുടെ വർധനമാണ് ഉണ്ടായതെന്ന് വ്യാപാരികൾ പറയുന്നു. വെളുത്തുള്ളി സീസൺ അല്ലാത്തതുകൊണ്ടിട്ട് ഇപ്പം വില കൂടുതലാണ്. എല്ലാ പ്രാവശ്യം ഉള്ള തന്നെ സീസൺ തീരാൻ നേരത്ത് വില കൂടുന്നു. പൊള്ളുന്ന തീവില, അതിനിടയിൽ നെട്ടം തിരിയുന്ന സാധാരണക്കാരും. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം അർച്ചന രവീന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.